ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ, അതാ നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ പലതും ഉണ്ടെങ്കിലും ആദ്യമായിട്ട് കണ്ട ആ രംഗം സർവാഭരണ വിഭൂഷിതയായിട്ട് ഗുരുവായൂരപ്പ ഇന്ന് വിവാഹമാണല്ലേ എന്നുള്ള രീതിയിൽ ഇന്ന് കല്യാണം കഴിക്കാൻ പോവാണല്ലേ, അപ്പൊ എന്നെ വിട്ടിട്ട് അങ്ങനത്തെ ഒരു രീതിയൊക്കെ ആയിരുന്നു ഗുരുവായൂർ അമ്പലം എന്ന് പറയുമ്പോൾ ഒരു തവണ പോയാൽ വീണ്ടും 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 വിളിച്ചുകൊണ്ടേയിരിക്കുന്ന അമ്പലമാണ്, ക്ഷേത്രമാണ് എന്നിങ്ങനെ ആളുകൾ പറയാറുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. നമ്മൾ അവിടെ എത്തും, എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ കറങ്ങി തിരിഞ്ഞ അവസാനം ഗുരുവായൂർ എത്തും എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് ഗുരുവായൂർ. എന്റെ ഹസ്ബൻഡ് കല്യാണാലോചന ഒരുപാട് ദൂരത്തുനിന്നാ വന്നത്. അപ്പൊ അവര് പറഞ്ഞ ഓരോരോ ഡിമാൻഡ് കല്യാണം ഗുരുവായൂർ വെച്ച് നടന്നത്. അത് മാത്രം കണ്ടിട്ടാണ് ഞാന് പുള്ളിയെ ചൂസ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഭയങ്കര സങ്കടത്തിൽ നിൽക്കാം, എങ്ങനെയാ ഇപ്പൊ ഗുരുവായൂരപ്പനെ കാണാം. അപ്പൊ എന്റെ വല്യമ്മ പറഞ്ഞു, നിനക്ക് കാണണോ ഭഗവാനെ, ധൈര്യം ഉണ്ടോ എങ്കിൽ ഞാൻ ഒരാളെ കയറ്റിവിടെ. തൃച്ചംബരം അമ്പലത്തിലെ ഒരു മറ്റേ ഇതുണ്ടല്ലോ, ഒരു കായ, എന്താ കായയുടെ പേര്, ആ കായ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് വന്ന് വീഴാതിരിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ പറഞ്ഞു ഇനി മേലാല് കായ്ക്കരുതെന്ന് പറയും. അതേ അവിടെയാ കിടക്കുന്നത്. ഈ ദേഹത്തൊക്കെ അസുഖം വന്നിട്ടേ അത്യാവശ്യം ആ മരത്തിന്റെ ചോട്ടിലായിരുന്നു കിടന്നത്. അപ്പൊ ആ കായ വന്ന് വീഴുമ്പോ, ഈ മുറിവിന്റെ വ്രണത്തിൽ വന്ന് വീഴുമ്പോ അത്യാവശ്യം ഉറക്കെ ഭഗവാനെ വിളിച്ച് കരയും. അപ്പൊ ആ മരത്തിനോട് പറഞ്ഞു ഇനി മേലാൾക്ക് കായ ഉണ്ടാവരുതെന്ന് പറയും. ഇപ്പോഴും ആ മരത്തിൽ കായ ഇല്ല എന്ന് പറയും. എനിക്ക് ഇത്രയും ഭക്തിയൊക്കെ ഉണ്ടായിട്ടും എനിക്കിങ്ങനെ ദുഃഖങ്ങൾ തരാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്ന ചോദ്യം. അതോടൊപ്പം തന്നെ നമ്മളിത് പറയും, നിങ്ങളെ പൂർണ്ണമായ മോചനത്തിനാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഏറ്റവും മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ് എന്നാണല്ലോ വിശ്വസിക്കുന്നത്. അപ്പൊ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഇവിടുത്തെ ഭൗതികമായ ജീവിതം ഒന്നും അല്ല എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും അവസാനം ആൾക്കാർ പറയുന്നൊരു കാര്യം, ഞാൻ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വേദന ഒന്നും താങ്ങാൻ പറ്റുന്നില്ല, പിന്നെന്തിനാണ് ഞാൻ ഭഗവാനെ വിചാരിച്ചു പോകുന്നത്, എനിക്കിത് താങ്ങാൻ പറ്റൂ എന്ന വളരെ ഒരു തർക്കുത്തരം മോഡലിലുള്ള ഒരു ചോദ്യം ചോദിച്ച് അതിനെ എതിർക്കുന്ന ഒരു കാര്യം. ഞാൻ ഭൂമിയിലാണ് ജീവിക്കുന്നത്, അപ്പൊ എനിക്ക് അല്ല, ഞാൻ ഭൗതികപരമായിട്ടാണല്ലോ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റുള്ള ആൾക്കാരെല്ലാം സുഖത്തിൽ ജീവിക്കുന്നു, എനിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി മാത്രം എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. എനിക്കും ഇങ്ങനെ വേദനയൊന്നും ഇല്ലാതെ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കണം. ഇനി അത് ഭഗവാൻ തരുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് അങ്ങനെ ഒരു ദൈവം എന്നാണ് ചോദിക്കുന്ന ചോദ്യം. അതെ, അതെന്താ അങ്ങനെ? ആ ചോദ്യം എന്തുകൊണ്ടാ? അതെന്താ ബുദ്ധി? ആ ബുദ്ധി എന്താ? ആ ബുദ്ധി ശരിയായ ബുദ്ധിയാണോ? ആണോ? അല്ല. അപ്പോ ഭഗവത്ഗീതയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല്, നിനക്ക് ഉണ്ടാവണ ശരിയായ ബുദ്ധി, ഓർമ്മ, ചിന്ത ഒക്കെ ഞാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഭഗവാന്റെ കൃപ വന്നാലേ അപ്പോഴവന് ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ, ഇതും എന്റെ കർമ്മം മാറ്റാനായിട്ടാണ്. അപ്പൊ അവന്റെ കർമ്മം അവിടെ അവസാനിച്ചിട്ടില്ല. ആ വിപരീത ബുദ്ധിയിൽ പോയി പിന്നെയും കുറെ പരാക്രമങ്ങൾ ചെയ്ത് അതിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ പിന്നെ ആൾക്ക് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ചിലപ്പോ ഈ ജന്മം ആവില്ല, ഇനി ഒരുപാട് കിടക്കുണ്ടാവും. അപ്പൊ ആ ബുദ്ധി ഭഗവാൻ അവിടെ പ്രവർത്തിക്കുന്നില്ല. ബുദ്ധി ആ ബുദ്ധിയാണ് ഇപ്പൊ ഞാൻ ഇതിൽ കാണുന്നത് മൊത്തം. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, എല്ലാരും പറയുന്നില്ല കേട്ടോ, ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ മാറി ചിന്തിക്കുന്നുണ്ടെങ്കിലും കുറെ ആളുകൾ ഈ രീതിയിലാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും പറ്റില്ല. ആ ബുദ്ധി ഒന്ന് ശാന്തമതയോട് ചിന്തിച്ച് നമ്മളിലേക്ക് വരുമ്പോൾ മാത്രമേ പറയുന്നത് അവർക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ അവർ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മളിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് കണ്ടെത്തണം. എന്നിട്ട് കണ്ടെത്തി നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻ നമ്മളിൽ തന്നെ ഉണ്ടെന്ന് ഭഗവാൻ. അതിനാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഇപ്പൊ ഉപനിഷത്തുകള്, ഭഗവത്ഗീത, ഇന്ന് ഞാൻ ഉപനിഷത്ത് മഹാസത്രത്തിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ പറയുന്നത് ആ കാര്യങ്ങളാണ്. അതായത് ഉപനിഷത്ത് എന്ന് പറഞ്ഞാല് തിയറിയാണ്, അതായത് ജീവിക്കാനുള്ള അറിവുകൾ, മാനസികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ജീവിതത്തിലുള്ള അറിവുകളാണ് ഉപനിഷത്തുകൾ. ആത്മാവാണ് പരമമായ സത്യം, നമ്മളെല്ലാം ആത്മാക്കളാണ്. ഇതാണ് ഉപനിഷത്തിന്റെ അന്തസത്ത. ഇനി ഇത് എങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യണം എന്നുള്ള പ്രാക്ടിക്കൽ തിയറിയാണ് ഭഗവത്ഗീതയിലൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഭഗവത്ഗീത മര്യാദയ്ക്ക് പഠിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് അത് വായിച്ചത് അത് വിചിന്തനം ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ആൻസർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എവിടെ പോകണം, എന്താണ് അടുത്ത തീരുമാനം എടുക്കേണ്ടത്, ഡിപ്രസ്ഡ് ആണ്, തളർന്നിരിക്കുന്നു, എന്താ നമ്മൾ, ഇതിന്റെ എല്ലാം ആൻസർ ഭഗവത്ഗീതയിലുണ്ട്. അത് വായിക്കേണ്ട രീതിയിൽ അത് നമ്മളെ ഗുരുക്കന്മാര്, അത് കറക്റ്റായിട്ടുള്ള ആളായിരിക്കണം. അവരുടെ അടുത്ത് പോയി ആ ഭഗവത്ഗീത പഠിച്ചാല് ഈ പറയുന്ന ബുദ്ധി ശരിയായി പ്രവർത്തിക്കും. അവർക്ക് കറക്റ്റായിട്ട് അതിന്റെ സൊല്യൂഷൻ കിട്ടും. പക്ഷെ ആ ബുദ്ധി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ വായിക്കണം, ഇതിനോട് ചിന്ത വേണമെന്നെങ്കിൽ എന്താ വേണ്ട? ഭഗവാന്റെ കൃപ, ഗുരു കടാക്ഷം അതുണ്ടെങ്കിലേ നടക്കുള്ളൂ.
നമ്മളിനി എത്ര ഇനി അവരെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭഗവത്ഗീത തത്വങ്ങളൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആ ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിക്കുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഗുരുവായൂർ അമ്പലം എന്ന് പറയുമ്പോൾ ഒരു തവണ പോയാൽ വീണ്ടും 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 വിളിച്ചുകൊണ്ടേയിരിക്കുന്ന അമ്പലമാണ്, ക്ഷേത്രമാണ് എന്നിങ്ങനെ ആളുകൾ പറയാറുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. നമ്മൾ അവിടെ എത്തും, എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ കറങ്ങി തിരിഞ്ഞ അവസാനം ഗുരുവായൂർ എത്തും എന്ന് പറയും. പക്ഷെ അവിടുത്തെ ഒരു അന്തരീക്ഷം, അവിടുത്തെ ഒരു ഭക്തിയുടെ ഒരു തീവ്രത, ഇതൊക്കെ വേറെയാണ്. അപ്പം ഗുരുവായൂരും അങ്ങും തമ്മിലുള്ള ബന്ധം, ഗുരുവായൂരിലെ അങ്ങയുടെ അനുഭവങ്ങൾ എന്ന് പറയാം. ഗുരുവായൂര് ചെറിയ പ്രായം മുതലേ കൃഷ്ണനെയാണല്ലോ ഇഷ്ടം. അപ്പോൾ ഗുരുവായൂർ ആദ്യമായിട്ട് പോണത്, ഞാൻ ഭഗവാനെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ ദിവസമാണ്. ഞാനത് സുസ്ഥിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്കൊരു 14-15 വയസ്സുള്ളപ്പോൾ പോയിട്ടുണ്ട്. അപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഭഗവാനെ ഒരുപാട് വിഷമിച്ചിട്ടാണ് വന്നത്. അതായത് ഒരുപാട് കഷ്ടപ്പെട്ട്, ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ എൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കുറേ ഗ്രൂപ്പ്സിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോയത്, അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്നിട്ട് കാണാൻ പറ്റിയില്ല. അന്ന് അവിടെ നല്ല റൂമൊന്നും എടുക്കാനുള്ള വഴിയൊന്നും ഇല്ലാണ്ട് ഈ KSRTC അന്ന് ഇത്രയും ഒന്നും ഫെസിലിറ്റി പോലും അവിടെ ഇല്ല കേട്ടോ. അവിടെ ചെന്ന് KSRTC എന്തോ ഒരു വാഷ്റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഓടി പോവാണ് ഭഗവാനെ കാണാൻ. എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ കരഞ്ഞോണ്ടാ പോകുന്നത്, ഭഗവാനെ ദുഷ്ട എന്നെ ഒന്ന് കാണിച്ചു. അങ്ങനെയൊക്കെ ഭഗവാനെ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അന്ന് അപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂരപ്പൻ. എന്നിട്ട് പക്ഷെ അന്നൊക്കെ ആഗ്രഹ സാധ്യമാണ്, നല്ല ജോലി കിട്ടണം, നല്ല പഠിക്കണം, നല്ല മാർക്ക് വേണം, നല്ല ജീവിതം കിട്ടണം, അങ്ങനെയുള്ള ഭൗതികപരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു ഗുരുവായൂരപ്പനോട് ആവശ്യപ്പെട്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഗുരുവായൂരപ്പനോട് സ്നേഹമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ആണ്ടാളുടെ കഥയും അല്ലെങ്കിൽ മീരാഭായിയുടെ കഥയും ഒക്കെ കേൾക്കും, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ എനിക്ക് തോന്നും ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ആയിരുന്നില്ല ഞാൻ ചോദിക്കേണ്ടിരുന്നത്. എപ്പോഴും ഭഗവാന്റേതായിട്ട് തന്നെ ഇരിക്കണമായിരുന്നു, അങ്ങനെയുള്ള ലൈഫാവും. പക്ഷെ അല്ല, എനിക്ക് എന്തൊക്കെയോ കർമ്മബന്ധമുണ്ട്, ഞാനൊരു വൈവാഹിക ജീവിതത്തിൽ കിടക്കണം, അതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ ഭഗവാന്റെ ആഗ്രഹം കൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെയാണ് ഗുരുവായൂർ. എൻ്റെ ഹസ്ബൻഡ് കല്യാണാലോചന ഒരുപാട് ദൂരത്തുനിന്നാണ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞ ഒരു ഡിമാൻഡ്, കല്യാണം ഗുരുവായൂർ വെച്ച് നടക്കണം. അത് മാത്രം കണ്ടിട്ടാണ് ഞാൻ പുള്ളിയെ ചൂസ് ചെയ്തത്. ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം നടത്തുമല്ലോ, ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്ന് കല്യാണം അപ്പൊ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുമല്ലോ. എൻ്റെ പ്രൈമറി തിങ്കിങ് ആ സമയത്ത് അത്രേ ഉള്ളൂ. മനസ്സിലെ ചിന്തകളൊക്കെ അത്രയും മെച്യൂരിറ്റിയെ എനിക്ക് ആയിട്ടുള്ളൂ. ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഞാൻ വീക്കാണ്, ഭയങ്കര വീക്കാണ് ഞാൻ. അതിപ്പോ ഭഗവാന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര വീക്കാണ്. ചിലപ്പോൾ പെട്ടെന്ന് കരച്ചിൽ വരും, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരയും. എൻ്റെ ഹസ്ബൻഡ് കാണാറുണ്ട്, അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കരയും, പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയും. അപ്പം ഭയങ്കര വീക്കാണ് ഞാൻ. അപ്പം ഭഗവാനെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ കല്യാണം കഴിക്കും. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ആണെങ്കിലും ഗുരുവായൂരപ്പനെ കാണണം. കല്യാണം അല്ല പ്രധാനം, എൻ്റെ വിഷയം ഭഗവാനെ ഇന്ന് കാണണം രാവിലെ. അപ്പോൾ വിവാഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദമ്പതിമാരെ ഉള്ളിൽ കയറ്റില്ല. അപ്പം അതിന് മുന്നേ കാണണം. അപ്പം എൻ്റെ വിവാഹത്തിൻ്റെ ടൈം 6 മണിക്കും 7 മണിക്കും ഇടയിൽ എന്താണ് മുഹൂർത്തം. അപ്പോൾ 5:30 ആയപ്പോഴേ റെഡിയായി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം മാലയൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ പറയണ്ട, അമ്മ എനിക്ക് തലേ ദിവസം 12:30 ആയി എത്തിയപ്പോൾ. അപ്പോൾ കാണാൻ പറ്റിയില്ല ഭഗവാനെ. അപ്പോൾ രാവിലെ എങ്കിലും കാണാൻ പറ്റുമെന്ന് വെച്ചു, അപ്പോഴും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ നന്ദന സിനിമ പോലെ തന്നെ ആയി കഥ. പക്ഷെ അങ്ങനെ അല്ല. എന്നിട്ട് ഞാൻ ഭയങ്കര സങ്കടത്തിൽ നിൽക്കാം, എങ്ങനെയാ ഇപ്പൊ ഗുരുവായൂരപ്പനെ കാണാം. അപ്പൊ എന്റെ വല്യമ്മ പറഞ്ഞു, നിനക്ക് കാണണോ ഭഗവാനെ, ധൈര്യം ഉണ്ടോ എങ്കിൽ ഞാൻ ഒരാളെ കയറ്റിവിടാം. അതായത് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് രാവിലെ പോയി ഭഗവാനെ കാണാം, അവിടെ നേരെ കയറ്റിവിടാം, അത്ര ക്യൂല് നിൽക്കണ്ട, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ആള് പറഞ്ഞു ഈ കുട്ടീനെ മാത്രം കയറ്റി വിടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ മാലയും വളയും ഒക്കെ ഇട്ടിട്ട്, അപ്പൊ എന്റെ അച്ഛനും അമ്മയും അറിയാണ്ടാണ് വല്യമ്മ കൊണ്ടുപോയത്. എനിക്ക് കാണണം കണ്ടിട്ടേ അവിടെ വല്യമ്മ കൊണ്ടുപോയി ആ ക്യൂല് അങ്ങോട്ട് കയറ്റി. ഞാൻ പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം, ഞാൻ എങ്ങനെയെങ്കിലും കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പം ആ ഇടിയും എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ കല്യാണം നടക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും കുട്ടികൾ ചെയ്യോ ഫുൾ മേക്കപ്പില് ഫുൾ സാരി കൊടുത്തിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഓടി പോകുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. ആ മേക്കപ്പ് പോകും, കരയുമ്പോൾ മേക്കപ്പ് പോകും, പിന്നെ ഡ്രസ്സ് തലമുടിയൊക്കെ ഇളകും. കാരണം അവിടെ ആ ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു തിക്കും തിരക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. അന്ന് ഒരുപാടുണ്ട്, ഇപ്പൊ പിന്നെയും ഒരുപാട് കൺട്രോളിങ് ഉണ്ട് അവിടെ. അന്നൊക്കെ അവിടെ സെക്യൂരിറ്റി ആവണമില്ലയോ, ഭയങ്കരമായിട്ട് തിക്കും തിരക്കിയിട്ടല്ലേ കയറ്റുന്നത്. ആ തിക്ക് എനിക്കൊന്നും വേണ്ട, എനിക്ക് ഗുരുവായൂരപ്പനെ കാണണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയറി എൻ്റെ കല്യാണം. സത്യം പറഞ്ഞാല് ഒരു പരമാത്മാവ് ജീവാത്മാവ് ബന്ധമാണ് ഒരു വിവാഹം എന്ന് പറഞ്ഞാണെങ്കിൽ. എന്നെ കല്യാണം ആ ശ്രീകോവിൽ ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ
അത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗുരുവായൂരപ്പനെ കാണുന്ന ഇതാണ്, ഭഗവാനാണ്, ജഗത്പതിയാണല്ലോ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഭഗവാൻ അച്ഛനാണ്, അമ്മ, ഓരോ ഭാവത്തിൽ ഞാൻ കാണും ഭഗവാനെ. അപ്പൊ ജഗത്പതിയായ ഭഗവാനെ അന്ന് ഞാൻ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് അവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് കാണുന്ന അങ്ങനെയാണ്. ഇപ്പോഴും എനിക്ക് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ പലതും ഉണ്ടെങ്കിലും ആദ്യമായിട്ട് കണ്ട ആ രംഗം സർവാഭരണ വിഭൂഷിതയായിട്ട് ഗുരുവായൂരപ്പ, ഇന്ന് വിവാഹമാണല്ലേ എന്നുള്ള രീതിയിൽ, ഇന്ന് കല്യാണം കഴിക്കാൻ പോവാണല്ലേ, അപ്പൊ എന്നെ വിട്ടിട്ട് അങ്ങനത്തെ ഒരു രീതിയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കപ്പം. അപ്പം പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കണു, അന്ന് ഭഗവാനെയാണ് ഞാൻ ശരിക്കും പതിയായിട്ട് സ്വീകരിച്ചത്. അല്ലെങ്കിൽ അന്ന് കാണണം എന്നായിരിക്കും ആഗ്രഹം. അപ്പൊ ആ വേഷത്തിൽ എന്നെ കാണണം എന്നായിരിക്കും ആഗ്രഹം ഭഗവാന്റെ. ആ ഒരു അന്നത്തെ ആ ഗുരുവായൂരപ്പൻ ആ ഇത് പിന്നെ എനിക്ക് എല്ലാ മാസവും ഹസ്ബൻഡ് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ പോവും ഫ്രണ്ട്സിന്റെ കൂടെ. പിന്നെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ മാസവും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഗുരുവായൂരപ്പനെ കാണണമെന്ന് ആഗ്രഹിച്ച എനിക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് 1 മണിക്കൂറേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് ഗുരുവായൂർക്ക് പോകാൻ. എപ്പോഴും കാണുന്ന രീതിയിൽ എന്നെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ഭഗവാൻ. എപ്പോഴും വേണമെങ്കിലും പോവാം, എന്ത് വിഷമമുണ്ടെങ്കിലും ഓടിപ്പോയി ആ പാദത്തിൽ അങ്ങോട്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഭഗവാൻ ആ ജീവിതം അങ്ങോട്ട് മാറ്റിയെടുത്ത, അതായത് പറയാം ട്രാൻസ്ഫോർമേഷൻ. ഗുരുവായൂരപ്പനെ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എല്ലാമാണ്. തീർച്ചയായിട്ടും ഈ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ, അതാ നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഭഗവാനെ കാണുകയോ അങ്ങനെയൊക്കെ, ഭഗവാനെ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ പല പല കഥകൾ നമ്മൾ അവിടെ കേൾക്കാറുണ്ടല്ലോ. അപ്പം ആ രീതിയിൽ ഞാൻ ആത്മീയതയിലേക്ക് അങ്ങനെ കടന്നു ചോദിച്ചല്ല, എന്താണ് ഒരു സാധാരണക്കാരന്റെ കൗതുകം വെച്ച് ചോദിക്കുന്നു വിചാരിച്ചോളൂ. അവിടുന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അത്രത്തോളം ഒന്നും ക്വാളിറ്റി എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ ചിലർ പറയാറുണ്ട്, ഒരാളെ കണ്ടു അയാളെ പിന്നെ കാണുന്നില്ല, അപ്രത്യക്ഷമായി. അത് വേറെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഗുരുവായൂരിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ ത്രൂ ഭഗവാന്റെ അനുഭവങ്ങളെ എന്നിലേക്ക് എത്തിക്കും. അതായത് ഒരു മയിൽപീലി കൊണ്ടുതരും ചിലര്, ചിലപ്പോൾ ഒരു മയിൽപീലി, ചിലപ്പോൾ എനിക്ക് കളഭം വേണമല്ലോ കൃഷ്ണ എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരു കളഭം തരും. ഞാൻ പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഭഗവാൻ ആരെങ്കിലും കൂടെ സാധിച്ചു തരുന്നുണ്ട്. പക്ഷെ ഭഗവാനായിട്ട് വന്നിട്ട് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ വെയിറ്റിംഗ് എന്ന് പറയുന്നത്. ഭഗവാനായിട്ട് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കഥകൾ കേൾക്കും. ഇങ്ങനെ ഗുരുവായൂരമ്പലത്തിൽ ഒരാളുടെ കഥ കേട്ടല്ലോ, ഭയങ്കര എപ്പോഴും ബഹളം വെച്ച് മോശമായിട്ട് നടക്കണ ഒരാൾ പെട്ടെന്നൊരു ഞാൻ തന്നെ കഥ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ഗുരുവായൂരമ്പലത്തിന്റെ ഉള്ളിൽ കയറുന്നു. എന്നിട്ട് ആ തൃപ്പടിയിൽ കുനിഞ്ഞു കിടക്കുമ്പോൾ ആളവിടെ പെട്ടെന്ന് തന്നെ ഭഗവാനിലേക്ക് ലയിക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയില്ല. എന്നാലും എനിക്ക് ഭഗവാനെ നേരിട്ട് കാണാനുള്ള ക്വാളിറ്റി ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ ഭഗവാന്റെ മെസ്സഞ്ചേഴ്സ് ത്രൂ എല്ലാം കിട്ടാറുണ്ട്. എന്ത് കാര്യം ചോദിച്ചാലും അതിന് ആൻസർ കിട്ടാറുണ്ട്. എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് വേറെ ആളുകൾ ത്രൂ അത് നടത്തി തരാറുണ്ട്. പക്ഷെ ഭഗവാനായിട്ട് വന്നിട്ട് ആ ചൈതന്യം, ആ ഒരു മിറാക്കിള്, അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. വേറെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും വേറെ എല്ലായിടത്തും ചെല്ലുമ്പോഴും ഇപ്പോൾ സ്വസ്തിക എന്നുള്ള രീതിയിൽ ഗുരുവായൂരപ്പൻ്റെയാണ്, ഇത് കൃഷ്ണന്റെ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് അപ്പോൾ എനിക്ക് തന്നെ ഒരു ഉത്തരവാദിത്വം ഫീൽ ചെയ്യുക എൻ്റെ ജീവിതത്തിൽ. ഈ ഭക്തി കൊണ്ട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോടുള്ള ഈ സ്നേഹം കൊണ്ട് ഞാൻ കൂടുതൽ ഉത്തരവാദിത്വമുള്ള ആളാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുക. ഞാൻ മറ്റുള്ളവരെ പോലെ ആവാൻ പാടില്ല എന്നുള്ള കുറേ കറക്ഷൻസ് ഞാൻ ചെയ്യണം എന്നുള്ള ചിന്തകൾ എന്നിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഞാൻ ആ ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ, അല്ല ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ സന്തോഷം എന്നെ ഒരുപാട് പോസിറ്റീവായിട്ട് എന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്നെ നിയോഗിച്ചതാണെന്നും വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഗുരുവായൂരപ്പനോട് ചോദിക്കുക, എന്നാ നമ്മൾ തമ്മിലൊന്ന് മീറ്റ് ചെയ്യാം. അപ്പോൾ വിചാരിക്കും, അപ്പൊ എൻ്റെ മാതാജിനോട് പറയുമ്പോൾ മാതാജി പറയും, നാമം രൂപമാണ്, അപ്പൊ നാമം ജപിക്കൂ, ഭഗവാൻ കൂടെ ഉണ്ട്, ആ പ്രസൻസ് കിട്ടും. അല്ലാതെ ഭഗവാനായിട്ട് ഇറങ്ങി വരാനുള്ള ക്വാളിറ്റീസ് നമ്മളെ പോലെ പാപികളായുള്ള ആത്മാക്കൾക്കില്ല. വില്ലുമംഗലത്തേക്ക് പോലുള്ള ആളുകൾ അവിടെ എന്തായാലും ഭഗവാന്റെ സ്വരൂപത്തില് ആ സച്ചിദാനന്ദ സ്വരൂപത്തിനെ കാണാനുള്ള ക്വാളിറ്റീസ് നമ്മളെ പോലെ പാപികളായ ആത്മാക്കൾക്കില്ല. ഞാൻ ഗുരുവായൂരപ്പനോട് പറയും, എപ്പോഴാ ഈ പാപം തീർന്നിട്ട് എന്നെ ഒന്ന് കൊണ്ടുപോകും, എനിക്കൊന്ന് കാണാൻ പറ്റുക. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവോ? പിന്നെ നമ്മളില്ലാണ്ടാവും. കണ്ടിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റുമോ നമുക്ക്? പിന്നെ ഈ ഭൗതിക ലോകത്തിലേക്ക് വരാൻ പറ്റുമോ? ഏറ്റവും നല്ല കാഴ്ച കണ്ടു കഴിഞ്ഞാല് ഹരിദാസ് ഠാക്കൂർജിയുടെ കഥയുണ്ട്. അദ്ദേഹം
അദ്ദേഹത്തിന് കണ്ടു അദ്ദേഹത്തിന് തുളസീദാസ് ഹരിദാസ് ആണ്, അദ്ദേഹത്തിന് കണ്ടുകൂടാ. അപ്പൊ കണ്ണ് കാണാതെ ഭഗവാനും രാധാറാണിയും കാഴ്ച കൊടുക്കുമ്പോഴത്തേക്കും ഭഗവാൻ രാധാറാണിനെയും കൃഷ്ണനെയും കണ്ടു. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്റെ കണ്ണിന്റെ കാഴ്ച ഇപ്പൊ അങ്ങനെ കളയണം, കാരണം ഇനി എനിക്ക് ഒരു കാഴ്ചയും കാണാനില്ല, ഏറ്റവും മാക്സിമം ഞാൻ കണ്ടു. അപ്പൊ അതുപോലെ ശരിക്കും നാരായണനായിട്ട് ആ സച്ചിദാനന്ദ സ്വരൂപൻ ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തില് ഞാൻ ആഗ്രഹിക്കുന്ന ഭാവത്തിൽ ഭഗവാൻ എന്നെ ആ മിറാക്കിൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നെ സ്വസ്തിക ഉണ്ടാവില്ല, അതോടെ കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് പിന്നെ ഉണ്ടാവില്ല, ചിലപ്പോ ഒരു ഭ്രാന്തിയെ പോലെയൊക്കെ ആയിപ്പോവും. എന്ന് വെച്ചാൽ നമ്മൾ ആ അൾട്ടിമേറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ ഇതുമായിട്ട് നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുമോ? അല്ല, ഭഗവാനെ കണ്ടാൽ മോക്ഷം മോക്ഷാണ്. അതായത് ഭ്രാന്തി മീൻസ് ഭ്രാന്തി രൂപേണ സംസ്ഥിതാന്ന് നമ്മുടെ ദേവി മഹാത്മ്യത്തിൽ, അത് ഭ്രാന്തിയല്ല. ആ ഒരു നമുക്ക് ഇതിലോടൊന്നും ഒരു താല്പര്യം തോന്നില്ല, അപ്പൊ മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ ഭ്രാന്തിയാവും അല്ലെ. ഇപ്പൊ നമ്മളിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഈശ്വരൻ അല്ലെ ആത്മീയത, ആ അതീന്ദ്രിയത, ആ സിദ്ധി, അതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മളെ ഒരു സെപ്പറേഷനായിട്ട് എല്ലാവരും കാണുള്ളൂ. ഇപ്പൊ തന്നെ ഓഫീസിലും പല സ്ഥലങ്ങളിലും ഒക്കെ ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതുകൊണ്ട് ഞാനിപ്പോ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാണ്. ഈ അവധൂതന്മാരെ കണ്ടിട്ടില്ലേ? അവരുടെ ജീവിതചര്യകൾ നമ്മൾ നോക്കുമ്പോൾ എന്തൊരു ഭ്രാന്തമായ ചര്യകളാണ് ഞാൻ പറഞ്ഞത്. അത് ഭ്രാന്തായിട്ട് നമ്മൾ കാണുന്നത്, അത് ഭ്രാന്തല്ലല്ലോ, അത് ഭ്രാന്തല്ല. അവര് ആനന്ദത്തിന്റെ അത്യുന്നതയിൽ നിൽക്കുകയാണ്. അവർ വസ്ത്രം കീറുന്നത് അറിയണില്ല. നമ്മളാണ് ഒരു ഡ്രസ്സ് കീറിയതിട്ടുകൊണ്ട് എങ്ങനെ നമ്മൾ പോകും, നമുക്കത് മോശമായിട്ട് തോന്നും. കാരണം നമ്മളതിൽ ഈഗോ ഉണ്ട്. നമ്മൾ ഭൗതികതയിൽ ചിന്തിക്കുന്നു, നമ്മളെ മറ്റുള്ളവരിൽ കമ്പാരിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. അവര് നമ്മളെ എന്ത് വിചാരിക്കും. അവധൂതന്മാർക്ക് ആ ഒരു ഇതേ ഇല്ല. അവര് ഡ്രസ്സ് കീറിയാൽ എന്താ, അവര് രാവിലെ കുളിച്ചില്ലെങ്കിൽ എന്താ, വസ്ത്രം മാറിയില്ലെങ്കിൽ എന്താ. അത്യാശ്രമിയുടെ കഥ അങ്ങനെയാണല്ലോ. അത്യാശ്രമിയുടെ കഥ, ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പരമഭക്തനായ അത്യാശ്രമി അവധൂതനായിരുന്നു അതേ അങ്ങനെയാ. ഒന്നുമില്ല, ഉറക്ക സംസാരിക്കും, ഭഗവാനോട് വർത്തമാനം പറയും. അവസാനം അദ്ദേഹത്തിന് ഈ ശരീരത്തിൽ വലിയ അസുഖം വരും. തൃച്ചംബരം അമ്പലത്തിലെ ഒരു മറ്റേ ഇതുണ്ടല്ലോ, ഒരു കായ, എന്താ കായയുടെ പേര്, ആ കായ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് വന്ന് വീഴാതിരിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ പറഞ്ഞു ഇനി മേലാൽ കായ്ക്കരുതെന്ന് പറയും. അതേ അവിടെയാ കിടക്കുന്നത്. ഈ ദേഹത്തൊക്കെ അസുഖം വന്നിട്ടേ അത്യാശ്രമി ആ മരത്തിന്റെ ചോട്ടിലായിരുന്നു കിടന്നത്. അപ്പൊ ആ കായ വന്ന് വീഴുമ്പോൾ, ഈ മുറിവിന്റെ വ്രണത്തിൽ വന്ന് വീഴുമ്പോൾ അത്യാശ്രമി ഉറക്കെ ഭഗവാനെ വിളിച്ച് കരയും. അപ്പൊ ആ മരത്തിനോട് പറഞ്ഞു ഇനി മേലാൾക്ക് കായ ഉണ്ടാവരുത് എന്ന് പറയും. ഇപ്പോഴും ആ മരത്തിൽ കായ ഇല്ല എന്ന് പറയും. അപ്പൊ ഭഗവാന്റെ അത്രയും പരമഭക്തന് വേണ്ടിയിട്ടാണ് ആ കായ ഇല്ല എന്നാ പറയണം ആ മരത്തില്. അത്യാശ്രമി ഭഗവാന് മടിയിൽ കിടന്ന് മരിച്ചു. ആ വേദനകൾ ഇങ്ങനെ സഹിച്ച് പ്രാരാബ്ധ കർമ്മങ്ങളൊക്കെ കഴിയുമ്പോൾ ഭഗവാൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അത്യാശ്രമിയുടെ കാര്യം. അതേ ആ അവധൂതനാണ്. അദ്ദേഹത്തിന്റെ കഥയിൽ ഇങ്ങനെ പറയണ്ട, അതേ ഇങ്ങനെ വേണമെങ്കിൽ ഈ ഉരുകിയ എന്തോ ഒരു സംഭവം കുടിക്കാൻ കൊടുക്കും അയാൾക്ക്. അതും ആള് കുടിക്കും. അയാൾക്ക് ഒന്നുമില്ല. അയാൾക്ക് മത്സ്യമാണോ മാംസമാണോ അല്ലെങ്കിൽ ശവമാണോ നല്ല കറി വെച്ചതാണോ എന്നുള്ള ഒന്നും ഉണ്ടാവില്ല. ഭേദഭാവങ്ങളൊന്നും ഇല്ലാണ്ട് ആകുമ്പോഴല്ലേ അവധൂതനായി മാറാം. അതിന്റെ അത്യുന്നതയിലെത്തി, ഭക്തിയുടെ ആണെങ്കിലും ജ്ഞാനത്തിന്റെ ആണെങ്കിലും. പക്ഷെ നമ്മുടെ സാധാരണ ലോകത്ത് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു മനസ്സ് കിട്ടിയാലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ ഒരു പ്രത്യേകിച്ച് പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും ബുദ്ധി കൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്ത് ഒരു ബാലൻസ്ഡ് ആയിട്ട്. സത്യം പറഞ്ഞാല് എല്ലാവരും ഒരു അഭിനയിക്കുന്ന ഒരു ലോകത്തില് നമ്മൾ കുറെ ആളുകളുടെ കൂടെ ചിലപ്പോ എന്നോട് ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വളരെ ബാലിഷായിട്ട് തോന്നും. ഒരുപാട് ഭക്തി ഉണ്ടെന്ന് പറയും, ഒരുപാട് അറിവുണ്ടെന്ന് പറയുന്ന ആളുകൾ തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് കഷ്ടമായിട്ട് തോന്നും. പക്ഷെ എന്ത് ചെയ്യാം, നടിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് അതിന്റെ കൂടെ കൂടേണ്ടി വരികയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനെ എനിക്ക് കണ്ട അനുഭവം ഉണ്ടോ, അതിലേക്കാണ് ഞാനിപ്പോ വരുന്നത്. ഭഗവാനെ കണ്ട അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇന്നത്തെ സമൂഹത്തിനോട് പറയാനുള്ളത് നാമം ജപിക്കുക. ഭഗവാൻ കലിയുഗത്തിൽ നാമജപത്തിന് എത്രത്തോളം പ്രാധാന്യം, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കലിയുഗത്തിൽ നാമജപം, ഓരോ യുഗത്തിനും ഓരോ ധർമ്മമുണ്ട്. ഇപ്പോ കൃതയുഗത്തില് ആളുകളെല്ലാം പോയി തപസ് ചെയ്തു, മാസങ്ങളോളം വർഷങ്ങളോളം തപസ് ചെയ്തു. ഇപ്പൊ അങ്ങനെ തപസ് ചെയ്യും ആളുകൾ? ഏതെങ്കിലും മലയുടെ മുകളിൽ വൃക്ഷാസനത്തിലൊക്കെ നിന്ന് ദിവസങ്ങളോളം തപസ് ചെയ്യോ? ഇല്ല. അപ്പൊ അത് പറ്റില്ല. ഇനി ത്രേതായുഗത്തിൽ വരുമ്പോൾ യജ്ഞങ്ങളാണ്. അപ്പൊ ഇപ്പൊ കുറെ യജ്ഞങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്, അത് ഗ്രൂപ്പായിട്ട്. അത് ഇൻഡിവിജ്വലായിട്ട് ഓരോ ആളുകളും യജ്ഞങ്ങള് ഹോമങ്ങളൊക്കെ നടത്തിയിരുന്നു. മറ്റേ ദശരഥൻ എത്രയോ യാഗങ്ങൾ, അശ്വമേധ യാഗങ്ങള് ശ്രീരാമചന്ദ്രൻ നടത്തിയിരുന്നു. അത് അത്രയും നമുക്ക് നടത്താനുള്ള ഇത് ഇപ്പൊ ഇല്ല. അതുപോലെ ദാനമായിരുന്നു എന്താ പറയാ ദ്വാപരയുഗത്തിന്റെ ധർമ്മം.
നമ്മുടെ വസുദേവരൊക്കെ 1000 പശുക്കളെ ദാനം ചെയ്തു ശ്രീകൃഷ്ണൻ ജനിക്കുന്ന സമയത്ത്. മറ്റേ വസുദേവര് അല്ല, എന്താ പറയാ, നന്ദഗോപര് എത്രയോ പശുക്കളെ ദാനം ചെയ്തു, എത്ര ഇത് ചെയ്തു. അതുപോലെ വസുദേവര് ഭഗവാൻ ശ്രീകൃഷ്ണനെ തിരിച്ചു കിട്ടുമ്പോ എത്രയോ ബ്രാഹ്മണർക്ക് വസ്ത്രം ദാനം ചെയ്തു. ഇതൊക്കെ ഭാഗവതത്തിലുള്ളതാണ്. അപ്പൊ ദാനത്തിനായിരുന്നു അന്ന് പ്രാധാന്യം. ഇന്ന് അതിനുള്ള ശേഷി ഉണ്ടോ ആളുകൾക്ക്? ഇല്ല. അപ്പോ ഈ കലിയുഗത്തിലെ ധർമ്മം എന്ന് പറയുന്നത്, ഭഗവാനെ കിട്ടാനുള്ള ധർമ്മം എന്ന് പറയുന്നത് നാമം ജപിക്കും. നാമം രൂപമായി വരും എന്നാണ് പറയുന്നത്. അപ്പൊ നാമരൂപമായിട്ട് വരുമ്പോൾ സൂക്ഷ്മ ശരീരമായിട്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ധാർമ്മികമായിട്ട്, സത്യസന്ധമായിട്ട്, നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യാൻ സാധിക്കുക. ഇതൊക്കെ ഈശ്വരൻ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ചെയ്യണത്. ഈശ്വരനിൽ നിന്ന് അകലുമ്പോഴാണ് നമ്മൾ സ്വന്തം ബുദ്ധിയിൽ എല്ലാ അബദ്ധങ്ങളിലും ചാടുന്നത്. ദൈവികമായ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ശരിയായ ബുദ്ധി, ശരിയായ വഴി, ശരിയായ കർമ്മം, ശരിയായ പ്രവൃത്തി, ധർമ്മം, അത് ആ ധാർമ്മികത നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിന് നാമമാണ് ഏറ്റവും ബെസ്റ്റ് കലിയുഗത്തിന്. അതുകൊണ്ട് എത്ര നാമം ജപിക്കാൻ പറ്റുമോ അത്രമാത്രം നാമം ജപിക്കുക. ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം, നാരായണന്നോ, ഹരേ കൃഷ്ണ മഹാമന്ത്രോ, രാധേ കൃഷ്ണന്നോ, ഗോവിന്ദാന്നോ, മാധവാന്നോ, ഓം നമഃശിവായന്നോ, അല്ലെങ്കിൽ മഹാദേവിയുടെ നാമങ്ങൾ ഏതെങ്കിലും, ഭഗവാന്റെ കോടിക്കണക്കിന് നാമങ്ങളിൽ ഏതെങ്കിലും ജപിക്കുക. തന്നെയാണ് ഈ കലിയുഗത്തിലെ ധർമ്മം.